അഡ്വക്കേറ്റ് വീണ എസ് നായർ, ഇപ്പോൾ നയരൂപീകരണ സമിതിയിൽ നിന്നും സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനം അല്പം മുമ്പ് വൈകിട്ടാണ് ആ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് തന്നെയാണ് മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിന്മേൽ കോടതി തീരുമാനമെടുക്കുന്നത്. ആ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാദം പൂർത്തിയായിരിക്കുന്നു, വിധിക്ക് കാത്തിരിക്കുകയാണ്. ഇന്നേ ദിവസം തന്നെ ആ നടപടി ഉണ്ടായിരിക്കും. നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള തീരുമാനം കേട്ടല്ലോ അരുൺകുമാർ പറഞ്ഞത്. ഈ MLA സ്ഥാനത്തിൽ നിന്നും മാറ്റിക്കൊണ്ടുള്ള ഒരു രീതി ഇതിനു മുമ്പുണ്ടായിട്ടില്ല. നിങ്ങളുടെ MLA-മാരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അതിനെ CPM ആവർത്തിച്ച് പ്രതിരോധിച്ചിട്ടുള്ളത്. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യവും M. വിൻസെന്റിന്റെ കാര്യവും. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? അല്ല, എനിക്ക് സത്യത്തിൽ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ പറയില്ലേ, മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൾപ്രേക്ഷാഖ്യാലം കൃതി എന്നൊക്കെ പറയുന്നത് പോലെയാണ്. മുമ്പ് ചില അന്വേഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള പേരുകളൊക്കെ അദ്ദേഹം പറയുന്നു. കോൺഗ്രസിൻ്റെ 2 MLA-മാരുടെ കാര്യം പറയുന്നു. പക്ഷേ ശ്രീ KS അരുൺകുമാറിനോട് എനിക്ക് വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു സാഹചര്യമാണ് ശ്രീ മുകേഷിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒന്നിലധികം സ്ത്രീകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. മറിച്ച് കോൺഗ്രസിൻ്റെ MLA-മാരുടെ കാര്യത്തിൽ കോൺഗ്രസ് അവർക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ട്. അവരെ ആരെയും പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ വാർഡ് പ്രസിഡന്റ് മുതൽ KPCC പ്രസിഡന്റ് വരെയുള്ളവരെ ഇറങ്ങി തിരിച്ചിട്ടില്ല. പിന്നെ നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് മുതൽ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വരെ അവരെ അനുകൂലിച്ച് നിന്നിട്ടില്ല. മാത്രമല്ല ശ്രീ M. വിൻസെൻ്റ് 2 ആഴ്ച ജയിലിൽ കിടക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള സാഹചര്യം. പക്ഷേ മുകേഷിൻ്റെ കേസിലാണെങ്കിലോ ഒന്നിലധികം സ്ത്രീകൾ വന്ന് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള തിക്ത അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണ്. അവരൊക്കെ അതിനകത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. 2, ഈ ധാർമ്മികതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഇന്ന് ഈ ജാമ്യത്തിൻ്റെ കേസ് പരിഗണിക്കപ്പെടുന്ന ദിവസമാണെന്നുള്ളത് നമുക്കറിയാം. ഹൈക്കോടതി ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഡിവിഷൻ ബെഞ്ച് തന്നെ ഈ കേസുകൾ കേൾക്കാനായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തീരുമാനമെടുക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ സർക്കാർ ഒരു വല്ലാത്ത പരിഭ്രമത്തിലാണോ, എന്താണ് സർക്കാരിന് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി. കാരണം ഇന്നത്തെ ദിവസം വരെ വൈകിട്ട് വരെ എടുത്തു ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിൻ്റെ പേര് മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ നിർത്തി എന്നൊരു തീരുമാനത്തിലേക്ക് CPM-ന് എത്താനായിട്ട്. അതിൽ തന്നെയില്ലേ അവരുടെ കാപട്യം എത്രത്തോളമാണ് എന്നുള്ളത്. എന്ത് സംഭവിച്ചാലും, അതായത് സർക്കാരിന് ഇനി എത്ര ചീത്തപ്പേര് വന്നു കഴിഞ്ഞാലും ഒരു വുമണൈസർ എന്ന്, കാരണം 1 2 സ്ത്രീകളല്ല അതിലധികം, ഇനി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കേസുകൾ പഠിക്കാൻ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സർക്കാരിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയധികം സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ ദുരനുഭവങ്ങളുടെ കഥയുമായിട്ട് നമ്മുടെയൊക്കെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ, ആദ്യ ഭാര്യ മുതൽ അദ്ദേഹത്തിൽ നിന്ന് തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ത്രീകൾ വരെ എത്രയോ പേര് വെളിപ്പെടുത്തൽ നടത്തിയ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ സ്ത്രീപക്ഷ നിലപാടൊക്കെ പോയാലും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്ത്രീകൾക്ക് സർക്കാരിനോടുള്ള മതിപ്പ് പോയാലും വേണ്ടില്ല, ഞങ്ങൾ മുകേഷിനെ സംരക്ഷിക്കും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ധാർമ്മികത? ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ത്രീ മുഖങ്ങളായിട്ടുള്ള ആനി രാജയുണ്ട്, ബൃന്ദ കാരാട്ടുണ്ട്. ഇവരെ പോലും ഈ സർക്കാരിൻ്റെ തീരുമാനങ്ങളിലെ ധാർമ്മികത ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു സർക്കാരാണോ കേരളത്തിലെ മറ്റ് സ്ത്രീകളോട് ഇതിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കാൻ പോകുന്നത്? പക്ഷേ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചോദിക്കുമ്പോൾ നിങ്ങളുടെ 2 MLA-മാർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ എന്താണ് മറുപടി? അല്ല, നമ്മുടെ 2 MLA-മാരുടെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ 2 ആഴ്ച ജയിലിൽ കിടന്ന്, അത് ഈ പിണറായിയുടെ പോലീസ് തന്നെയാണ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുന്നത്. അപ്പോൾ എൻ്റെ വാദം എന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA ജനങ്ങളുടെ മധ്യത്തിൽ വന്ന്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഒരു 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 നിങ്ങൾ ജയിലിൽ കിടക്കാൻ പോയിട്ട് അദ്ദേഹത്തിനെ ഒരു പ്രതിയാകാനുള്ള സാഹചര്യം പോലും ഇല്ലാതെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹത്തിന് വേണ്ടി യുദ്ധം പട നയിച്ച
തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ സംസ്ഥാനത്തെ സർക്കാർ തന്നെ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഒരു MLA തന്നെ വന്ന് ഏതാണ്ട് ഒരു അധോലോക സംഘം പോലുള്ള ഒരു സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പം നടത്തിക്കൊണ്ടു പോകുന്നത്. അവിടെ സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ആരോപണ വിധേയരായിട്ടുള്ളവരെ മാറ്റി നിർത്താൻ പോലും സാധിക്കാത്ത വിധം നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് ചേർന്ന് നിന്നൊരു കവചം തീർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇങ്ങനെയുള്ള ഒരു സംഘത്തിൽ നിന്നാണോ നിങ്ങൾ സ്ത്രീകൾക്ക് നീതി ഈ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്? കൊലപാതകം ചെയ്തു എന്ന് പറയുന്നു, സ്വർണ്ണക്കടത്ത് നടത്തി എന്ന് പറയുന്നു. ശരി, അങ്ങനെയൊക്കെയുള്ള അത്രയും മോശപ്പെട്ട ഒരു അധോലോക സമാനമായ സംഘം എങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് ഈ ആരോപണമൊക്കെ ഉന്നയിച്ച് പുറത്തു വന്ന സ്ത്രീകൾക്കൊക്കെ കൃത്യമായി സർക്കാർ കൂടെ നിന്ന് അവർക്ക് നീതി നടപ്പിലാക്കി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഏതായാലും കേരളത്തിലെ ഒരു സ്ത്രീ, കാരണം കഴിഞ്ഞ വണ്ടിപ്പെരിയാറും വാളയാറും അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ തന്നെ അന്വേഷണവുമായിട്ട് വടക്കാഞ്ചേരി കേസിലൊക്കെ അന്വേഷണം അട്ടിമറിച്ചു എന്ന് പറഞ്ഞ ചില ലേഡി ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ് അടക്കം ഇവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള അന്വേഷണ വിങ്ങിനകത്ത് ഉണ്ട്. എങ്ങനെയാണ് ഇവിടെ നീതി നടപ്പിലാക്കപ്പെടാൻ പോകുന്നത്? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.